ഹലോ! എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത്. 2 ദിവസത്തേക്കോട്ട് നിൽക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ ഇപ്പോൾ കർക്കിടക മാസമൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഏകദേശം എല്ലായിടത്തും എല്ലാ സമയത്ത് ഈ ഒരു സമയത്ത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു അപ്പാട്ടോ ചേമ്പിലെ അപ്പം അല്ലെങ്കിൽ പത്രോട എന്ന് പറയും. അപ്പോൾ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഇവിടെ ഇഷ്ടംപോലെ ചേമ്പിലയുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ പത്രോട ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനുവേണ്ടി ഞാൻ 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് തോരപ്പരിപ്പും കൂടെ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. 4-5 മണിക്കൂർ ഇരുന്ന് കുതിർന്നോട്ടെ. എന്തായാലും ഒരു 3-4 മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. നന്നായി കുതിർന്ന് ഇത് രണ്ടും നന്നായി കുതിരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ചേമ്പല എടുക്കുമ്പോൾ ഇതേപോലെ അതിൻ്റെ കൂമ്പല തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ മൂത്ത ഇല എടുക്കരുത്. ഇതേപോലെ ഇളത്തായിട്ടുള്ള ഇലയാട്ടോ നമുക്ക് എടുക്കേണ്ടത്. ആ കൊമ്പെന്ന് വന്ന ആ ഒരു ഇളത്ത ഇലയുണ്ടല്ലോ, ആ ഇലയാട്ടോ നമുക്ക് ഈ അപ്പമാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. മൂത്ത ഇല എടുക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും തോരപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. നന്നായി കുതിർന്നിരിപ്പുണ്ട് കേട്ടോ. ഇപ്പം ഒരു 4-5 മണിക്കൂറായി ഇത് വെള്ളത്തിലിട്ടിട്ട്. ഇപ്പം നന്നായി കുതിർന്നിട്ടുണ്ട്. നന്നായി വൃത്തിയാക്കി എടുത്തു. അതിന് ശേഷം ഒരു കപ്പ് തേങ്ങയും പിന്നെ എരിവില്ലാത്ത കുറച്ച് ചുവന്ന മുളകും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പുളിയും വേണം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റായി തന്നെ അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം. ഒരു മാവ് കുറുകിയിരിക്കണം കേട്ടോ. നല്ല വെള്ളമില്ല, ലൂസായി പോവാതെ കുറുകെ തന്നെ ഈ മാവ് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 സ്പൂൺ ഉപ്പുപൊടിയും പിന്നെ 1 സ്പൂൺ കായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല വൃത്തിയിലൊന്ന് കായപ്പൊടിയൊക്കെ ഉപ്പും എല്ലായിടത്തും മാവിൻ്റെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ചേർത്തൊക്കെ കൊടുക്കട്ടെ. ഈ ഒരു പരുവത്തിൽ തന്നെ അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോവാതെ തന്നെ ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ആ ഇലയിൽ തേക്കുന്ന സമയത്ത് ഇത് കുറച്ച് ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് ഈ ഒരു കുറുകെ തന്നെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഈ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ ചേമ്പല ഉണ്ടല്ലോ, അതെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇലയൊക്കെ നല്ല വൃത്തി നോക്കണം. പുഴുവോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് നല്ല വൃത്തിക്ക് നോക്കിയെടുത്ത് നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് അതിൻ്റെ ആ ഞരമ്പ് ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ഇലയുടെ പുറകു ഭാഗത്തുള്ള അതൊക്കെ ഒന്ന് കട്ടിയില്ലാതെ ഇലയുടെ അത്രയും ആ ഒരു കട്ടി കുറച്ചൊന്ന് മുറിച്ചെടുത്തിട്ട് ഇലയൊക്കെ മുറിയാതെ മെല്ലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഇലയിൽ മാവ് ഇതാക്കി പരത്തുന്ന സമയത്ത് ചുറ്റുന്ന സമയത്ത് ഇല ഒന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ നൈസായിട്ട് ആ ഒരു ഞരമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇല നന്നായി ആ ചുരുണ്ട ഭാഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ അരച്ച് വെച്ച ആ മാവുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇലയുടെ എല്ലാ ഭാഗത്തേക്കും പറ്റുന്ന രീതിയിൽ കൈവച്ചുകൊണ്ട് നന്നായി പരത്തി കൊടുക്കണം കേട്ടോ. ഇലയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്തൊരു ലെയർ ഇലയും കൂടെ വെക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഇലയുടെ എല്ലാ സൈഡിലടുത്തും ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത ഇലയും കൂടെ വെക്കുന്നുണ്ട്. അടുത്ത ഇലയും കൂടെ വെച്ച് അതിൻ്റെ മുകളിൽ നന്നായി ഇതേപോലെ നമ്മൾ ഈ മാവ് നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കണം. മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഈ കർക്കിടകത്തിൽ ഈ അപ്പം എല്ലായിടത്തും ഏകദേശം ഉണ്ടാക്കാറുണ്ട്, ഈ പത്രോട എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അതിൻ്റെ ഇലയുടെ ഈ താഴെ നിന്നുള്ള അടിഭാഗം ഉണ്ടല്ലോ അത് മുകളിലേക്ക് മടക്കിയിട്ട് അതിൻ്റെ മുകളിലും ഇതേപോലെ മാവ് തേച്ച് കൊടുക്കുക. അങ്ങനെ മുകളിൽ നിന്ന് മടക്കിയും സൈഡിൽ നിന്നും മടക്കി ഇങ്ങനെ മൊത്തത്തിൽ മാവ് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മുകളിൽ നിന്നും കൂടെ മടക്കി അതിൻ്റെ മുകളിലും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മാവ് നല്ല വൃത്തിക്ക് ഒന്ന് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കാം. നല്ല കട്ടിക്ക് തന്നെ വേണമെന്നില്ല നമ്മൾ അരച്ച മാവ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. അതിനുശേഷം സൈഡിൽ നിന്നും ഇപ്പുറ സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും മടക്കി അതേപോലെ പിന്നെയും തേച്ച് കൊടുത്ത് പിന്നെയും ഒന്ന് മടക്കി അതിൻ്റെ അടിഭാഗത്തും ഇതേപോലെ മാവ് തേച്ച് എല്ലായിടത്തും മാവ് പറ്റുന്ന രീതിയിൽ തേച്ച് കൊടുത്ത് റോള് പോലെ ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഇലയുടെ എല്ലാ ഭാഗത്തും ഈ മാവ് വരും കേട്ടോ. ഇലയുടെ എല്ലാ ഭാഗത്തും വരും മാവ്. അതിനുശേഷം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇത് നമ്മൾ ഇതിൽ ഇലയിൽ തേച്ച് പിടിപ്പിച്ച പാടെ അപ്പം തന്നെ അടുപ്പിലേക്ക് പിന്നെ അപ്പച്ചട്ടിയിലോട്ട് ഇറക്കി വെക്കണം കേട്ടോ. വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം തിളച്ച ആ ചൂട് ഇതിലേക്ക് ആവിയിലേക്ക് തന്നെ നമുക്കിത് ഇറക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ തേച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ചിലപ്പോൾ അതിലേക്ക് ഊർന്നു പോകുമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ തിളച്ച് ഇതിലേക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഇത് അരമണിക്കൂറിന് ശേഷം നന്നായി വെന്തിട്ടുണ്ട്. അതിനുശേഷം നല്ല തണുത്തതിന് ശേഷം അത് റൗണ്ടായോ എങ്ങനെ വേണമെങ്കിലും നമ്മളെ ഇഷ്ടപ്രകാരം ഒന്ന് മുറിച്ചെടുക്കാം. നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം. ഇപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്നത് കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കേട്ടോ ഞാൻ കഴിച്ചത്. അല്ലാതെ നമ്മൾ കുറച്ച് തേങ്ങയും കുറച്ച് മുളക് പൊടിയും കുറച്ച് പുളിയൊക്കെ ഇട്ട് അരച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് ഈ മുറിച്ച പീസ് അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. രണ്ടും ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ